ഹലോ നമസ്കാരം, എല്ലാവർക്കും റൈറ്റ് SISൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഹിന്ദു ന്യൂസ് പേപ്പർ നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. ഇത് ഡേറ്റ് എന്ന് പറയുന്നത് 26/7/2024 ന്യൂസ് പേപ്പറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, സമയം കളയുന്നില്ല. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ന്യൂസ് നമ്മൾ എടുത്തത് ഇത് പേജ് നമ്പർ 1 വന്ന ന്യൂസാണ്. അപ്പം നമുക്ക് ആ വാർത്തയുടെ ഹെഡ് നമുക്ക് നോക്കാം. വാർത്ത ഇതാണ്: സ്റ്റേറ്റ്സ് ഹാവ് അൺലിമിറ്റഡ് റൈറ്റ് ടു ടാക്സ് മിനറൽ റിച്ച് ലാൻഡ്സ്, സുപ്രീം കോർട്ട്. അതായത് പറയുന്നത് ഇതാണ്, സ്റ്റേറ്റ്സിന് ഒരു അൺലിമിറ്റഡ് റൈറ്റ് കൊടുക്കുകയാണ്, അതായത് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് മിനറൽ റിച്ച് ലാൻഡ്, മിനറൽസ് ഒരുപാട് കാണപ്പെടുന്ന സ്റ്റേറ്റിൽ അല്ലെ പ്രദേശങ്ങളിൽ ടാക്സ് അത് നിർണ്ണയിക്കുന്നതിനും അല്ലെങ്കിൽ ടാക്സ് ചുമത്തുന്നതിനും സ്റ്റേറ്റ്സിന് അൺലിമിറ്റഡ് റൈറ്റ് കൊടുക്കണം എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇതാണ് അതിനകത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഹെഡ്ലൈൻ. ഓക്കെ, നമുക്കിനി ന്യൂസ് ഒന്ന് നോക്കാം. ആ 9 ജഡ്ജ് ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ headed by the Chief Justice India D.Y. Chandrachud on Thursday held an 8:1 majority. അതായത് 9 മെമ്പേഴ്സിൻ്റെ ഒരു ബെഞ്ചാണ് നമുക്ക് ഇങ്ങനൊരു സുപ്രധാനമായൊരു വിധി പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പം 8:1 എന്ന് പറയുന്ന റേഷ്യോയിലായിരുന്നു വിധി പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പം വിധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെൻറ്റ് കനോട്ട് ലിമിറ്റ് ദ പവർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ടു ടാക്സ് മിനറൽ ബിയറിംഗ് ലാൻഡ്സ് ആൻഡ് ക്വാറീസ്. അതായത് ഒരു സ്റ്റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ മിനറൽസ് കാണപ്പെടുന്ന പ്രദേശങ്ങളും അതുപോലെ തന്നെ ക്വാറിയും ഉണ്ടെങ്കിൽ, ഓക്കെ, മിനറൽസ് ഉള്ള പ്രദേശങ്ങളും ക്വാറിയും ഉണ്ടെങ്കിൽ ആ പ്രദേശങ്ങൾക്കും ക്വാറിക്കും ടാക്സ് ചുമത്താനുള്ള റൈറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ഓക്കെ, ഇനി അത് വേണ്ട, പകരം അത് പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നാണ് ആര് പറയുന്നത്? സുപ്രീം കോടതി പറയുന്നത്. ഓക്കെ, ദ ജഡ്ജ്മെൻറ്റ് ഫ്രീയിങ് സ്റ്റേറ്റ്സ് ഫ്രം റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ ദ സെൻറ്റർ ഈസ് ഇൻ ട്യൂൺ വിത്ത് ദ ഫെഡറലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗവേണൻസ്. ഓക്കെ, അതായത് അപ്പം ഇതുവരെ ഉള്ള രീതി അനുസരിച്ച് ആ ഒരു മിനറൽ ലാൻഡ് അല്ലെങ്കിൽ മിനറൽസ് ഒക്കെ കാണപ്പെടുന്ന പ്രദേശങ്ങൾക്കും ക്വാറിക്കും ടാക്സ് എത്രത്തോളം കളക്ട് ചെയ്യണമെന്നുള്ള തീരുമാനം ആരുടേതായിരുന്നു? സെൻട്രൽ ഗവൺമെൻറ്റേതായിരുന്നു. ഇനി സെൻട്രൽ ഗവൺമെൻറ് ആ കാര്യത്തിൽ ഇടപെടേണ്ട, പകരം സ്റ്റേറ്റ് തന്നെ അത് ചെയ്തോട്ടെ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫെഡറൽ സ്ട്രക്ചർ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഫെഡറൽ ഒരു സിസ്റ്റം ഭരണത്തിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഫെഡറലിസം നമ്മുടെ രാജ്യത്ത് വേണം. സ്റ്റേറ്റിന് സ്റ്റേറ്റിൻ്റെ ആയിട്ടുള്ള ഒരു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി വേണം, ഒരു അതോറിറ്റി കൃത്യമായിട്ട് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ഇങ്ങനൊരു വിധി പറഞ്ഞത്. Okay, any dilution in the taxing powers of the state legislature will necessarily impact their ability to raise revenues. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് ഇതിനകത്തുള്ളൊരു പ്രശ്നം നമ്മുടെ CJ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റേറ്റിന് അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഈ ഒരു ടാക്സിന്, അതായത് മിനറൽ ലാൻഡിൻ്റെയും അതുപോലെ ക്വാറിയുടെയൊക്കെ ടാക്സിൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ ടാക്സ് അടിക്കാനുള്ള ഉത്തരവാദിത്വം സെൻട്രൽ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആണ് കുറയുന്നത്. അതായത് ടാക്സ് മുഖേന സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട ആ ടാക്സ് മുഖേന കിട്ടേണ്ട വരുമാനം കുറയുന്നു. ഓക്കെ, ഈ വരുമാനം കുറയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റേറ്റിന് ഒരുപാട് വെൽഫെയർ സ്കീംസ് ഒന്നും നടത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അത് അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെ നന്നായിട്ട് ബാധിക്കും. അതായത് വിച്ച് വിൽ ഇംപീഡ് ദെയർ എബിലിറ്റി ടു ഡെലിവർ വെൽഫെയർ സ്കീംസ് ആൻഡ് സർവീസസ് ടു ദ പീപ്പിൾ. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട പദ്ധതികൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ധനസഹായം കൊടുക്കാനോ പറ്റാതെ വരും സ്റ്റേറ്റ് ഗവൺമെൻറ്. Okay, the ability of the state governments to invest in physical infrastructure, health, education, human capacity and research and development is directly correlated to the raising of government revenue. അതായത് പിന്നെ കോടതി നമ്മുടെ CJ കൂട്ടിച്ചേർത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് ആ സ്റ്റേറ്റിൻ്റെ വികസനം എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അവിടുത്തെ റോഡും മറ്റ് ഗതാഗത സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുക, അവരുടെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം മുന്നിലേക്ക് കൊണ്ടുവരിക, ഹ്യൂമൻ കപ്പാസിറ്റി, മനുഷ്യ വിഭവത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സസിനെ ബെറ്റർ ആക്കുക. ഇതൊക്കെയാണ് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നാടിനെ സംബന്ധിച്ചുള്ള വികസന പദ്ധതി ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റിന് ഉള്ള ആ ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതികളും സ്റ്റേറ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും പാർലമെൻറ്റ് ഈ മിനറൽ റിച്ച് ആയിട്ടുള്ള ലാൻഡിൻ്റെയും ക്വാറിയുടെയും ടാക്സ് ചുമത്തുന്ന ആ ചുമതല പാർലമെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാൻ പാടില്ല എന്നാണ് ഇനിയിപ്പോൾ പറയുന്നത്.
ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു ടേമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്നുണ്ട്. ഫിസ്ക്കൽ ഫെഡറലിസം എൻറ്റെയിൽസ് ദാറ്റ് ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് ടു ലെവി ടാക്സസ് വിത്തിൻ ദ ലെജിസ്ലേറ്റീവ് ഡൊമൈൻ കാർവ്ഡ് ഔട്ട് ടു them and subject to the limitations laid under the constitution must be secured from the unconstitutional interference by the parliament. അതായത് ഇത്തരമുള്ള പറയുന്ന ഫിസ്ക്കൽ ഫെഡറലിസം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള ആ ഒരു അധികാര പരിധിയിൽ നിന്നുകൊണ്ട് സ്റ്റേറ്റ് ആ ജോലികൾ ചെയ്യട്ടെ. ഓക്കെ. അതിനപ്പുറത്തേക്ക് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റിൻ്റെ ഒരു അവകാശങ്ങളിനകത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷന് നിരക്കാത്ത രീതിയിലുള്ള ഇടപെടലുകൾ ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. അതാണ് ഫിസ്ക്കൽ ഫെഡറലിസം പറയുന്നത്. ഓക്കെ. അതായത് ഫിസ്ക്കൽ മീൻസ് നമുക്കറിയാം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫിനാൻസ്. ഓക്കെ. പണത്തിനോട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ധനകാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ ഫിസ്ക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫിസ്ക്കൽ ഫെഡറലിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൻ്റെ ടാക്സ് പിരിക്കാനുള്ള ചുമതല അത് ആര് ഏറ്റെടുക്കുക, അത് ആരിലാണ് നിക്ഷിപ്തം, ആ സ്റ്റേറ്റിന് ആണ്. അതിനപ്പുറത്തേക്ക് അതായത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇടപെടുന്നത് തെറ്റാണ് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു വിധിക്ക് മറ്റൊരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ വേർഡിക്റ്റ് നോട്ടഡ് ഹൗ മിനറൽ റിച്ച് സ്റ്റേറ്റ്സ് സച്ച് ആസ് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ആൻഡ് ഒഡീഷ കണ്ടിന്യൂ ടു ഹാവ് പെർ ക്യാപിറ്റൽ ഇൻകം ബിലോ ദ നാഷണൽ ആവറേജ്. അതും പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് അറിയാവുന്ന കുറേ സ്റ്റേറ്റുകളുണ്ട്, ഒഡീഷ, അതുപോലെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഇങ്ങനെ കുറേ സ്റ്റേറ്റുകളുണ്ട്. കാരണം അവിടെ ഒരുപാട് ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളും ധാതുക്കളുടെയൊക്കെ അളവ് ഒരുപാട് കൂടുതലുള്ള സ്റ്റേറ്റുകളാണ്. ഈ സ്റ്റേറ്റുകളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റുകളുടെ പെർ ക്യാപിറ്റ ഇൻകം അതായത് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയുടെ ദേശീയ പ്രതിശീർഷ വരുമാനത്തിനേക്കാൾ ഒരുപാട് താഴെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൻ്റെ ഒക്കെ ഈ പറയുന്ന ടാക്സേഷൻ പോളിസി, അതായത് അവരുടെ മിനറൽ റിച്ച് ആയിട്ടുള്ള പ്രദേശങ്ങളിലെ ടാക്സിൻ്റെ പൂർണ്ണമായിട്ടും ആരിലേക്കാണ് വരുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് റവന്യൂ കണ്ടെത്താൻ പറ്റാതെ വരികയും അവരുടെ നാടിന് വേണ്ട, അതായത് എക്കണോമിക്കലി ആ സ്റ്റേറ്റുകളെ, ഇപ്പോൾ ജാർഖണ്ഡ് ആണെങ്കിലും ശരി, ഒഡീഷ ആണെങ്കിലും ശരി, ഛത്തീസ്ഗഡ് ആണെങ്കിലും ശരി, അത്തരത്തിലുള്ള സ്റ്റേറ്റുകളെ സാമ്പത്തികമായിട്ട് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അതും ഇതിന് മുമ്പ് വന്ന ഈ ഒരു വിധിയുടെ പ്രത്യേകതയായിരുന്നു. ഓക്കെ. സത്യത്തിൽ ഇതിന് മുമ്പ്, അതായത് പാർലമെൻറ്റ് പണ്ട്, അതായത് ഈ മിനറൽ ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പണ്ടൊരു ആക്ട് ഉണ്ടായിരുന്നു. ആ ആക്റ്റാണ് മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957. ഞാൻ ഒന്നുകൂടെ എഴുതാം, മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957. ഓക്കെ. ഈ ഒരു ആക്ട് MMDRA എന്ന് പറയുന്ന ഒരു MMDRA 1957. ഈ നിയമം അനുസരിച്ചായിരുന്നു ഇതുവരെ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്ത് ഈ ടാക്സ് പിരിച്ചുകൊണ്ടിരുന്നത്. ഇനി അത് മാറ്റിയിട്ട് പകരം എന്താക്കി, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ പൂർണ്ണമായ അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ടാക്സ് അല്ല ആക്ച്വലി, അതായത് നമ്മളിപ്പോൾ ഒരു മിനറൽ റിച്ച് ആയിട്ടുള്ള പ്രദേശത്തിന് നമ്മൾ ചുമത്തുന്ന പൈസ എന്ന് പറയുന്നത് ടാക്സ് ആയിട്ടല്ല കാണേണ്ടത്. ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് റോയൽറ്റി. അതൊരു റോയൽറ്റി ആയിട്ടാണ് കാണേണ്ടതെന്നാണ് അതുപോലെ കോടതി നിരീക്ഷിക്കുന്നത്. ദ കോർട്ട് ഫർദർ ഹെൽഡ് ദാറ്റ് ദ റോയൽറ്റി പെയ്ഡ് ടു ദ സ്റ്റേറ്റ്സ് ബൈ മൈനിങ് ലീസ് ഹോൾഡേഴ്സ് ഈസ് നോട്ട് എ ടാക്സ്. അതായത് ഇവിടെ ലീസ്, ഇപ്പോൾ ഒരു കോറി ആണെങ്കിൽ ശരി, ഈ മിനറൽസ് ഒരുപാട് കാണപ്പെടുന്ന പ്രദേശമാണെങ്കിൽ ശരി, ഇത് പാട്ടത്തിനെടുക്കുന്ന ആൾ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് ഒരിക്കലും ടാക്സ് ആയിട്ടല്ല, അതൊരു ലീസ് ഹോൾഡേഴ്സ് കൊടുക്കുന്ന ഒരു ഒരു റോയൽറ്റി എന്ന് കണക്ക് കൂട്ടിയാൽ മതി എന്നാണ് പറയുന്നത്. റോയൽറ്റി ഈസ് നോട്ട് എ ടാക്സ്. റോയൽറ്റി ഈസ് എ കോൺട്രാക്ച്വൽ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ മൈനിങ് ലെസ്സി ടു ദ ലെസ്സർ ഫോർ ദ എൻജോയ്മെൻറ്റ് ഓഫ് മിനറൽ റൈറ്റ്. അതായത് ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ കോറിങ്ങിന് വേണ്ടിയിട്ടൊരു പ്രദേശം എടുക്കുമ്പോൾ ആ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന പൈസ എന്ന് പറയുന്നത് ഒരു റോയൽറ്റിയാണ്, അത് ടാക്സ് അല്ല. ഓക്കെ. അപ്പോൾ ഇതൊരു വളരെ സുപ്രധാനമായൊരു വിധിയാണ്. ശരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിയമങ്ങൾ, അതായത് ഈ നിയമം എത്രത്തോളം ഒരു രാജ്യത്തിൻ്റെ സംസ്ഥാനങ്ങളെ എത്രത്തോളം പിന്നിലേക്ക് നയിക്കുന്നുവെന്നും അതുപോലെ തന്നെ ഫിസ്ക്കൽ ഫെഡറലിസത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും കൃത്യമായിട്ട് ഈ ന്യൂസിനകത്ത് പറയുന്നുണ്ട്.
ഓക്കെ, ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറയുന്ന, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റിൻ്റെ ആയിട്ടുള്ള റൈറ്റിലേക്ക് ടാക്സ് പിരിക്കാനുള്ള പൂർണ്ണമായ റൈറ്റിനകത്ത് സെൻട്രൽ ഗവൺമെൻറ് ഇടപെടുന്ന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ട് ചെയ്യുന്ന ഇടപെടലുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ന്യൂസിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നോക്കാം. നമുക്ക് ആ ഫിസിക്കൽ ഫെഡറലിസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഡെഫിനേഷൻ നോക്കാം. ഫിസിക്കൽ ഫെഡറലിസം റെഫേഴ്സ് ടു ദ ഡിവിഷൻ ഓഫ് ഫിനാൻഷ്യൽ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ, അതായത് നമ്മളുടെ രാജ്യത്ത് എന്താ പറയുന്ന ഫിനാൻഷ്യൽ പവേഴ്സ്, നമ്മുടെ സാമ്പത്തിക അധികാരങ്ങൾ, അതായത് നമ്മുടെ രാജ്യത്ത് ടാക്സ് എങ്ങനെ പിരിക്കണം, എത്രത്തോളം ടാക്സ് നമുക്ക് വെക്കണം, ഇങ്ങനെ ധനകാര്യ സംബന്ധമായ പല കാര്യങ്ങളും അതുപോലെ ഉത്തരവാദിത്തങ്ങളും സെൻറ്ററും സ്റ്റേറ്റും കൂടെ ഡിവൈഡ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ കേസിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ പവേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ് ഇത് സെൻറ്ററിന്, സ്റ്റേറ്റിനുള്ള സ്റ്റേറ്റ്, ഇത്തരത്തിൽ വിഭജിച്ചെടുക്കുന്നതിനാണ് ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ പഠിച്ച MMDRA ആക്ട് 1957 എന്ന് പറയുന്നത് ഈ പറയുന്ന ഫിസിക്കൽ ഫെഡറലിസത്തെ കട്ട് ചെയ്യുന്ന ഒരു റൈറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം പുതിയൊരു കോടതി വിധി വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മളുടെ ഈ പറയുന്ന ഫിസിക്കൽ ഫെഡറലിസത്തെയും അല്ലെങ്കിൽ ടാക്സേഷനെ കുറിച്ചൊക്കെയുള്ള ചില പരാമർശങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ദ ടാക്സേഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ പവേഴ്സ് ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ത്രൂ വേരിയസ് പ്രൊവിഷൻസ്. ഒരുപാട് പ്രൊവിഷൻസിലൂടെ ഒരു രാജ്യത്തിൻ്റെ ടാക്സേഷനും അതുപോലെ തന്നെ ചെലവുകളെ കുറിച്ചുമൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ അസൈൻസ് എ സ്പെസിഫിക് ടാക്സ് ബേസിസ് ടു ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ലിസ്റ്റഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് റെസ്പെക്റ്റീവ്ലി. സെവൻത് ഷെഡ്യൂളിനകത്ത് പറയുന്ന ലിസ്റ്റുകളിനകത്ത് ഇപ്പോൾ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ടാക്സ് ബേസിസ് പറയുന്നുണ്ട്. ടാക്സിൻ്റെ ഒരു ബേസ് എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ലാബിനെ കുറിച്ചൊക്കെ സെവൻത് ഷെഡ്യൂളിനകത്ത് പറയുന്നുണ്ട്. സെവൻത് ഷെഡ്യൂളിനകത്ത് ലിസ്റ്റുകളിലായിട്ടാണ് പറയുന്നത്, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും. ഓക്കെ, പിന്നെ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 270 ആണ്. ആർട്ടിക്കിൾ 270 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 270 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് ടാക്സ് പ്രൊസീഡ്സ് കളക്റ്റഡ് ബൈ ദ യൂണിയൻ ഗവൺമെൻറ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അതായത് യൂണിയൻ ഗവൺമെൻറ് ചുമത്തി കളക്ട് ചെയ്ത നെറ്റ് ടാക്സ് എങ്ങനെ ഡിവൈഡ് ചെയ്യണം, സെൻട്രൽ സ്റ്റേറ്റും തമ്മിൽ എങ്ങനെ അത് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 270. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് ആർട്ടിക്കിൾ 270 എന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 270 കുറിച്ചൊരു ബ്രീഫായിട്ട് തന്നിട്ട് ഇത് ഏത് ആർട്ടിക്കിളാണ് എന്ന് ചോദിക്കാം. സോ ആർട്ടിക്കിൾ 270 എന്താ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് പിരിക്കുന്ന നെറ്റ് ടാക്സ് എമൗണ്ട് എങ്ങനെയായിരിക്കണം അത് സെൻട്രൽ സ്റ്റേറ്റും നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 270 തീരുമാനിക്കുന്നത്. പിന്നെ മറ്റൊരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 280. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ആർട്ടിക്കിൾ 280 എന്താണ്, ഫിനാൻസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ഫിനാൻസ് കമ്മീഷൻ വിച്ച് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അണ്ടർ ആർട്ടിക്കിൾ 280 റെക്കമെൻഡ്സ് ദ ഷെയറിംഗ് ഓഫ് ടാക്സ് റവന്യൂ ഇൻ എയ്ഡ് ടു ദ സ്റ്റേറ്റ്. അതായത് സെൻട്രൽ സ്റ്റേറ്റും തമ്മിൽ ടാക്സ് എങ്ങനെ ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് ആർട്ടിക്കിൾ 270. എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻസ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 280 പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 280 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒന്നാമത്തെ ന്യൂസും അത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ്. അപ്പം നമ്മൾ ഈ ഒരു ന്യൂസിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ആക്ടിനെ കുറിച്ച് മനസ്സിലാക്കുക. മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957. അതിനകത്ത് വന്ന മാറ്റം എന്താണ്, അത് എന്ത് മോശമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കൊണ്ടുവരുന്നതെന്നും അത് എങ്ങനെ മറ്റ് സ്റ്റേറ്റുകളുടെ ബാധിക്കുന്നു. പിന്നെ നമ്മൾ പഠിച്ച ഫിസിക്കൽ ഫെഡറലിസം എന്താണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മുടെ ടാക്സേഷനെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു. 270 ഉണ്ട്, 280 ഉണ്ട്, പിന്നെ 7th ഷെഡ്യൂളുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ന്യൂസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിളാണ്. എഡിറ്റോറിയൽ പേജിനകത്ത് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്.
അതിനകത്ത് പറഞ്ഞ ജിയോ കാൽക്കുലസ് ഓഫ് ദ മോസ്കോ വിസിറ്റ്, അതായത് ഒരു ഭൗമ കാൽക്കുലസ്, ഒരു കണക്ക് കൂട്ടൽ. അതായത് നമ്മുടെ മോസ്കോ വിസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ പ്രധാനമന്ത്രി ഒരു റഷ്യയിലേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റഷ്യയിലേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷം ആദ്യത്തെ വിസിറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിലേക്ക് വരുന്നത്. ഓക്കെ, അതാണ് ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. 2 weeks after the Prime Minister നരേന്ദ്രമോദി വിസിറ്റ് ടു റഷ്യ, ഹിസ് ഫസ്റ്റ് ബയലാറ്ററൽ ട്രിപ്പ് ഇൻ ദ തേർഡ് ടെന്യൂർ ഓഫ് ദ ഗവൺമെന്റ്, ദ ഡസ്റ്റ് ഫ്രം ദ സ്റ്റോം ഇറ്റ് കിക്ഡ് അപ്പ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് യൂറോപ്പ് ഈസ് ഓൺലി ബിഗിനിങ് ടു സെറ്റിൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ പറയുന്നത്. നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി മൂന്നാം തവണ അധികാരത്തിലെത്തുന്നു, 3.0 അല്ലേ. അപ്പം വന്നതിന് ശേഷം ആദ്യത്തെ വിസിറ്റ് എന്ന് പറഞ്ഞാൽ റഷ്യയിലേക്കാണ്. അപ്പോൾ ഈ റഷ്യയിലേക്ക് വന്ന വിസിറ്റിനെ കുറച്ച് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അത് US-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യത്തിൻ്റെ ഭാഗത്തും, പിന്നെ അതുപോലെ യുക്രൈൻ്റെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷേ വിമർശിക്കുമ്പോഴും ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് വിമർശനം പ്രധാനമായിട്ടും ഉണ്ടാകാനുള്ള കാരണം റഷ്യ ഉക്രൈനുമായിട്ടുള്ള ഈ പ്രശ്നം നിൽക്കുന്ന കാരണം ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്കിടയിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ എന്തിനാണ് റഷ്യയിലേക്ക് വിസിറ്റ് ചെയ്തത് എന്നുള്ളതിനകത്തൊരു നീരസം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ ഇന്ത്യ അതിനോട് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഇത് ഇന്ത്യയുടെ ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. ഓക്കെ, നമ്മുടെ ഇത് ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. ഏത് രാജ്യം വിസിറ്റ് ചെയ്യണമെന്നുള്ളത് ഇന്ത്യയുടെ ഫ്രീഡം ഓഫ് ചോയ്സ് ആണെന്ന് നമ്മൾ ഇന്ത്യ അറിയിച്ചു. ഓക്കെ, അപ്പം ഇതിനകത്ത് വന്ന ചർച്ചകൾ എന്നൊക്കെ പറയുന്നത്, ഈ മീറ്റിങ്ങിനകത്ത് വന്ന ചർച്ചകൾ ഈ കോൺഫ്ലിക്റ്റ്, അസസ്മെൻറ്റ് ഓഫ് ദ കോൺഫ്ലിക്റ്റ് ഇൻ ഉക്രൈനിലുണ്ടായ ഈ ഒരു ഉക്രൈനും റഷ്യയും തമ്മിലുണ്ടാകുന്ന ഈ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ചർച്ചകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഗ്രൂപ്പിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ജിയോ എക്കണോമിക് ത്രസ്റ്റ്, അതായത് ഈ പറയുന്ന മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ മീറ്റിങ്ങിനപ്പുറം, അത് രാഷ്ട്രീയപരമായൊരു കൂടിക്കാഴ്ചയ്ക്കപ്പുറം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും അല്ലെങ്കിൽ സാമ്പത്തിക ബന്ധങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കുറേ കണക്കുകൾ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് ഈ ഒരു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഒരു അധിനിവേശം വന്നതിന് ശേഷം ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ ഈ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ട് ഇന്ത്യക്ക് പെട്രോളിയം പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ഓയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് നന്നായിട്ട് നമ്മളതിൻ്റെ ഒരു ആ ട്രേഡ്, ശരിക്കും ഇന്ത്യ റഷ്യ ട്രേഡ് വളരെ ബെനഫിഷ്യലായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. India, these imports have meant that India-Russia trade ties that was over 5 billion to 10 billion range for decades. അത് കഴിഞ്ഞ 10 വർഷമായിട്ട് $5 ബില്യൺ മുതൽ $10 ബില്യൺ ഇതിൻ്റെ ഒരു വളർച്ച ഉണ്ടായത്. അത് റഷ്യ അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിൻ്റെ വളർച്ചയാണ് പറയുന്നത്. ഏകദേശം 66% എന്ത് ചെയ്തു, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ട്രേഡ്, അവർ തമ്മിൽ ട്രേഡ് ചെയ്ത രൂപയുടെ കണക്കാണ് പറയുന്നത്. എത്ര രൂപയാണ് എന്നുള്ളതിന്, അല്ലെങ്കിൽ എത്ര പൈസയുടെ കണക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ഏകദേശം 5 ബില്യൺ മുതൽ 10 ബില്യൺ വരെ റേഞ്ചിലായിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നോക്കുമ്പോൾ 5 ബില്യൺ മുതൽ 10 ബില്യൺ വരെയുള്ള $US കണക്കുകളായിരുന്നു നമുക്ക് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 66% ട്രേഡിനകത്ത് ഇൻക്രീസ് ഉണ്ടായി. അങ്ങനെ ഏകദേശം 65 ബില്യൺ ട്രേഡാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ കഴിഞ്ഞ ഒരു വർഷം നടന്നത്. ഓക്കെ, ഇനിയും അത് മെച്ചപ്പെടുത്തണം. ഇപ്പം ഉള്ള ട്രേഡ് ഈ 65 ബില്യൺ ആണ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ശരി, ഇനി വരുന്ന ഭാവിയിൽ ഏകദേശം 2030 ഇന്ത്യ എന്ന് പറയുന്ന പൂർണ്ണമായിട്ടും ഇതിന് കൂടുതൽ ഒരുപാട് ട്രേഡുകൾ നടത്തണം. ആ തരത്തിലേക്ക് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ വളരണം എന്നാണ് ഈ ഒരു മീറ്റിങ്ങിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചില അജണ്ടകളെന്ന് പറയുന്നത്. പിന്നൊരു കാര്യം പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യ ഓയിൽ ആൻഡ് LNG എന്ന് പറയുമ്പോൾ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ സപ്ലൈയും റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്നുകൂടി ഈ ഒരു മോസ്കോ വിസിറ്റിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ അഡീഷണൽ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം.
ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കൊളാബറേഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇന്ത്യ റഷ്യ കൊളാബറേഷൻ സിൻസ് കോൾഡ് വാർ, അതായത് ശീതയുദ്ധം മുതലാണ്. അതിനു മുമ്പും ഉണ്ട്. ഓക്കെ, അതിനു മുമ്പും ഇന്ത്യ സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഭാഗമായിരുന്നു, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനായിട്ട് നല്ലൊരു ബന്ധത്തിലായിരുന്നു. ഓക്കെ, ഡ്യൂറിങ് ദ കോൾഡ് വാർ ദ സോവിയറ്റ് യൂണിയൻ ആസ് എ സൂപ്പർ പവർ ഹോൾഡ് എ കീ പൊസിഷൻ in the partnership, while India, the part of developing nations and a leader in the non-aligned movement, collaborated closely. അതായത് നമുക്ക് ഈ ശീതയുദ്ധത്തിന് ശേഷം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മളൊരു ഡെവലപ്പിംഗ് നേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് മുൻപന്തിയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യ 2 ചേരികൾ ലോകത്തുണ്ടായി. യു എസ് എന്ന് പറയുന്നൊരു ചേരി ഉണ്ടായി, USSR എന്ന് പറയുന്ന 2 ചേരി ഉണ്ടായപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 2 ചേരിയിൽ നിൽക്കാതെ നാം എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് വരുന്നു. അതായത് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, അതായത് ഒന്നിനോടും അലൈൻ ചെയ്ത് നിൽക്കുന്നില്ല എന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യ എടുത്തത്. പക്ഷേ ശീതയുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു അവർ തമ്മിലുള്ള ഒരു എക്കണോമിക് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ശക്തമാവുക ചെയ്തത്. പിന്നെന്ന് പറയുന്ന ദ ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി, മറ്റൊന്ന് 1971 ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയാണ്. ഓക്കെ, ഒരു സൗഹാർദ്ദമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ഇന്ത്യയും റഷ്യയും തമ്മിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ വേക്ക് ഓഫ് ഇൻഡോ പാക് വാർ ഇൻ 1971 റഷ്യ സപ്പോർട്ടഡ് ഇന്ത്യ വൈൽ ദ US ആൻഡ് ചൈന സപ്പോർട്ടഡ് പാകിസ്ഥാൻ. അതായത് 1971 പടിഞ്ഞാറൻ പാകിസ്ഥാനുമായിട്ട് നടന്ന ഒരു യുദ്ധത്തിൽ, അപ്പം അവിടെ പാകിസ്ഥാന് സപ്പോർട്ട് കൊടുത്ത 2 രാജ്യങ്ങളെന്ന് പറയുന്നത് US ചൈനയുമാണ്. അതേസമയം ഇന്ത്യക്കുള്ള സപ്പോർട്ട് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ 2000 ഒക്ടോബർ 2000 ആയപ്പോഴത്തേക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വളരുകയാണ് ചെയ്തത്. ഓക്കെ, എല്ലാ മേഖലകളിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളർന്നു. പിന്നെ അതുപോലെ തന്നെ 2010 റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിലേക്ക്. റഷ്യൻ പ്രസിഡന്റ് വിസിറ്റ് ചെയ്തു. അങ്ങനെ വരുന്നു, റഷ്യയിൽ നാൾ വരുന്നു, അല്ലെ പ്രസിഡന്റ് വരുന്നു. ഈ വിസിറ്റ് ഇങ്ങനെ നടക്കുന്നതിലൂടെ ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതാണ് പറയുന്നത് 71 ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി വരുന്നത്. ഓക്കെ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സമയത്ത് ഇന്ത്യക്ക് സപ്പോർട്ടായിട്ടാണ് റഷ്യ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ റഷ്യ എന്ന് പറയുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ന്യൂക്ലിയർ എനർജിയുടെ ഏറ്റവും നല്ലൊരു സപ്ലയറാണ്. ഓക്കെ, ഒരു ലീഡിങ് പാർട്ണറാണ്. നമ്മൾ ആണവോർജ രംഗത്ത് അല്ലെങ്കിൽ ആണവോർജ രംഗത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഒരു സഹായമായിട്ട് നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ എന്ന് പറയുന്ന രാജ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ന്യൂക്ലിയർ എനർജിയിൽ നല്ലൊരു ടൈപ്പ് വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി റഷ്യ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുത്തു ഇന്ത്യക്ക്. ഓക്കെ, അങ്ങനെ റഷ്യയുടെ ഒരു ടെക്നിക്കൽ സഹായത്തോടു കൂടി ഒരു പവർ പ്ലാന്റ് തമിഴ്നാട്ടിൽ സ്ഥാപിക്കപ്പെടുന്നു. അതിൻ്റെ പേരാണ് കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ പേര് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. കാരണം ഈ ഒരു പ്ലാന്റ് വരുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ, അവിടെ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ മീറ്റിംഗൊക്കെ നടത്തുകയും ഒക്കെ അങ്ങനെ കുറേ ചർച്ചകളും കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട്. അതിന് സഹായിച്ചത് റഷ്യ ആയിരുന്നു. അത്തരത്തിലുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമ്മൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് റഷ്യയുടെ ടെക്നിക്കൽ അഡ്വൈസും അല്ലെങ്കിൽ അസിസ്റ്റൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെന്ന് പറയുന്നത് റഷ്യ എന്ന് പറയുന്നത് 7th ബിഗ്ഗസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 7ാമത്തെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ കൂടിയാണ് റഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ 2 countries intend to increase the bilateral investment to $50 billion by 2025. 2025 കൂടി നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് $50 ബില്യൺ $50 ആകണം എന്നുള്ള ഒരു തീരുമാനങ്ങളുമൊക്കെ ഈ ഒരു റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു മീറ്റിങ്ങിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവർ ഹാഫ് ഓഫ് ഇന്ത്യസ് കൺവെൻഷണൽ സബ്മറൈൻസ് ആർ ഓഫ് സോവിയറ്റ് ഡിസൈൻ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡിഫൻസ് രംഗത്തും അതായത് നമ്മുടെ പ്രതിരോധ രംഗത്തും റഷ്യയുടെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മളുടെ ഒട്ടുമിക്ക സബ്മറൈൻസും, നമ്മുടെ നേവി ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സബ്മറൈൻസും ഏത് ഡിസൈൻ? അത് ഈ പറയുന്ന സോവിയറ്റ് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മോസ് മിസൈലും
ജോയിൻ്റ്ലി വിത്ത് റഷ്യയായിട്ട് ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2018 ഇന്ത്യ ഒരു $5.43 ബില്യൺ ഒരു ഡീല് റഷ്യയായിട്ട് സൈൻ ചെയ്തായിരുന്നു. അതാണ് S-400 ട്രയംഫ് മിസൈൽ. ഒരു മിസൈൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത്. അത് S-400 ട്രയംഫ് മിസൈൽ എന്നായിരുന്നു അതിൻ്റെ പേര്. ഓക്കെ, ആക്ച്വലി ആ ഒരു പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ ഒരുപാട് ഡിലേ ആയിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉക്രൈൻ അധിനിവേശം, അതായത് റഷ്യ ഉക്രൈനിലേക്ക് കീഴ്പ്പെടുത്താനുള്ള ശ്രമം നടത്തിയോണ്ടാണ് ആ ഒരു പദ്ധതി നമുക്ക് വൈകി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു പ്രശ്നം നിൽപ്പുണ്ട്. റഷ്യ ഉക്രൈൻ അവർ തമ്മിൽ ഒരു പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു പദ്ധതി നമുക്ക് നടപ്പാക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ട്രയംഫ് മിസൈലിൻ്റെ പ്രൊജക്റ്റ് നമുക്ക് നടപ്പാക്കാൻ പറ്റാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് സത്യത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ റിലേഷൻ്റെ ഒരു ഏകദേശം ഒരു രൂപം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ടൈറ്റിൽ ഇതാണ്: ദ കർണാടക ബിൽ ഈസ് എ സിംറ്റം ഓഫ് ലാർജർ പ്രോബ്ലം. അതായത് കർണാടക ബില്ലെന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നത്തിൻ്റെ സിംറ്റമാണ്, ഒരു സൂചനയാണ് കർണാടക ബില്ലെന്ന് പറയുന്നത്. അപ്പം നമുക്ക് കർണാടക ബില്ല് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് കർണാടക ബില്ലെന്ന്? ദ കർണാടക റിസർവേഷൻ ബിൽ ഹാസ് ബീൻ പാൻഡ് ഓൾമോസ്റ്റ് യൂണിവേഴ്സലി ആൻഡ് ഓൾസോ ജനറേറ്റഡ് സോ മച്ച് കോൺട്രവേഴ്സി ദാറ്റ് നമുക്കത് അത്രയൊക്കെ നമുക്ക് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കർണാടക റിസർവേഷൻ ബില്ലെന്ന് പറയുന്നത് കൊണ്ടുവന്നത് കർണാടക അസംബ്ലി തന്നെ ആയിരിക്കുമല്ലോ, കർണാടക സ്റ്റേറ്റ് തന്നെ ആയിരിക്കും കൊണ്ടുവന്നത്. ഓക്കെ, ഈ ഒരു ബില്ലെന്ന് പറയുന്നത് വലിയൊരു കോൺട്രവേഴ്സിയാണ്. ഓക്കെ, ആ കോൺട്രവേഴ്സി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് കോൺട്രവേഴ്സി എന്ന് ആദ്യം നമുക്ക് നിയമം നോക്കാം. ആ ബില്ലിൻ്റെ ഫുൾ നെയിമാണ്, അതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. എംപ്ലോയ്മെൻറ്റ് ഓഫ്, അതായത് ജോലി സംബന്ധമായതാണ് ഈ ബില്ല്. അതാണ് എംപ്ലോയ്മെൻറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ്, അതായത് ആ കർണാടകയിലെ ആൾക്കാരാണ് ലോക്കൽ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. ആ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എംപ്ലോയ്മെൻറ്റ്, ജോലി കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമമാണ്. എവിടെയൊക്കെ? ഇൻ ദ ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളിൽ, ഫാക്ടറികളിൽ, അതുപോലെ തന്നെ അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ. അപ്പോൾ എവിടെയൊക്കെയാണ്? അതായത് ഇൻഡസ്ട്രികളിലും ഫാക്ടറിയിലും മറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ലോക്കൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട്, ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ്. ഓക്കെ, ഇതിനകത്ത് പ്രൈവറ്റ് ഫേമും ഉൾപ്പെടും കേട്ടോ. ഈ നിയമത്തിൻ്റെ പരിധിയിൽ പ്രൈവറ്റ് കമ്പനീസും വരും, ഗവൺമെൻറ് മാത്രമല്ല പ്രൈവറ്റ് ഓർഗനൈസേഷൻസും ഒക്കെ ഇതിനകത്ത് വരും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം എന്താണ് ഈ ബില്ലിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ ഡ്രാഫ്റ്റ് ബിൽ മാൻഡേറ്റ്സ് 50% റിസർവേഷൻ ഇൻ ദ മാനേജീരിയൽ പൊസിഷൻസ് ആൻഡ് 70% ഇൻ നോൺ മാനേജറിയൽ കാറ്റഗറി ഫോർ ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ പ്രൈവറ്റ് ഫേംസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇത്രയുള്ള സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർണാടക സ്റ്റേറ്റിലെ പ്രൈവറ്റ് ഫേംസ്, ഓക്കെ, പ്രൈവറ്റ് ഫേംസിൽ മാനേജീരിയൽ ജോബ് ചെയ്യുന്നവർക്ക് 50%, അതുപോലെ തന്നെ നോൺ മാനേജീരിയൽ ജോലി ചെയ്യുന്നവർക്ക് 70% റിസർവേഷൻ കൊടുക്കണം. ഇതാണ് നിയമം. അതായത് റിസർവേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 100 മാനേജറിയൽ പോസ്റ്റിൽ 100 പേരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് 50 പേരും കമ്പൽസറി എന്തായിരിക്കണം? ലോക്കൽ കാൻഡിഡേറ്റ്സും ആയിരിക്കണം, കർണാടകക്കാരായ ലോക്കൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം എന്നാണ് നിയമം. അതുപോലെ തന്നെ നോൺ മാനേജറിയൽ സ്റ്റാഫിലും ജോലിക്ക് മൊത്തം 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ 70 പേരെ പരിഗണിക്കാം. അപ്പോൾ ഇത്തരത്തിലാണ് നിയമം എന്ന് പറയുന്നത്. ആ റിസർവേഷൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത് 50%, 70% എന്ന് പറയുന്ന ആ ഫിഗർ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഫിഗർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബില്ലാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ട് ഈ ബില്ല് പാസ്സാകുന്നില്ല. ഇപ്പോഴും ഇതൊരു ഡ്രാഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു റീതിങ്ക് വേണം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനകത്തിലെ മറ്റ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ് ഹാസ് ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് ബീയിങ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ഇക്കണോമി ഇൻ ദ വേൾഡ്. ഇന്ത്യയുടെ എക്കണോമി എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ വളരുന്ന ഒരു എക്കണോമി കൂടിയാണ്, വളരെ വേഗത്തിൽ വളരുന്നതാണ്. അപ്പോൾ നമ്മളുടെ എക്കണോമി ബാധിക്കുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്, അല്ലേ? അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, എപ്പോഴും എംപ്ലോയ്മെൻറ്റ് അല്ലെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് കൂടുതലും പ്രൈവറ്റ് സെക്ടേഴ്സിലാണ്.
അതായത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ പ്രൈവറ്റ് കമ്പനീസ് വരും. അങ്ങനെ പ്രൈവറ്റ് കമ്പനിയിൽ പലർക്കും ജോലി ചെയ്യാൻ പറ്റും. അപ്പം പ്രൈവറ്റാണ് ഇതിനകത്തിൽ തീരുമാനിക്കുന്നത്. അപ്പം ഈ ഒരു റൂള് വരുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, 100 പേര് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 50 പേരും ആരായിരിക്കണം? ലോക്കൽ കാൻഡിഡേറ്റ് ആയിരിക്കണം. അപ്പം മറ്റുള്ളവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് ജോലി നിഷേധിക്കപ്പെടുന്നു. അപ്പം നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ യൂത്ത് പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള നിയമം വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ യൂത്ത് വിഭാഗത്തിൽ വരുന്ന ആൾക്കാരെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം ആരാണ് ലോക്കൽ കാൻഡിഡേറ്റ്. ഈ ബില്ലിനകത്ത് പറയുന്ന ലോക്കൽ കാൻഡിഡേറ്റ് ആരാന്ന് നോക്കാം. എനിവൺ ബോൺ ഇൻ കർണാടക, കർണാടകയിൽ ജനിച്ച ആരും ആകാം. അല്ലെങ്കിൽ അടുത്ത ഡൊമിസിൽഡ് ഫോർ അറ്റ്ലീസ്റ്റ് 15 ഇയേഴ്സ് ഇൻ ദ സ്റ്റേറ്റിൽ 15 വർഷമായിട്ട് താമസിക്കുന്ന ആൾക്കാരും ഈ ലോക്കൽ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഒരു പരിധിയിൽ വരും. അതുപോലെ തന്നെ എനിവൺ ഹു ക്യാൻ റീഡ് റൈറ്റ് ആൻഡ് സ്പീക്ക് കന്നഡ, ആരാണോ അവർക്ക് കൃത്യമായിട്ട് കന്നഡ ഭാഷ എഴുതാനും വായിക്കാനും ഒക്കെ സംസാരിക്കാനൊക്കെ കഴിവുള്ള ആൾക്കാരും അവരെ നമ്മൾ ഈ ബില്ലിനകത്തിലെ ലോക്കൽ കാൻഡിഡേറ്റായിട്ട് ഉൾപ്പെടുത്തുന്നു. ഓക്കെ, ഈ ഒരു നിയമം ഒരുപാട് കോൺട്രവേഴ്സിക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. കാര്യം ഇത്രയും വലിയ റിസർവേഷൻ കർണാടകക്കാർക്ക് വേണ്ടി മാത്രം കൊടുക്കുമ്പോൾ അത് മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെയുള്ള ചെറുപ്പക്കാരെയും ഒക്കെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പം അതൊരു റീതിങ്കിങ്ങിന് വെച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു നിയമം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പാസ്സായിട്ടില്ല. അടുത്തൊരു ന്യൂസ് നോക്കാം. മിനിസ്റ്റർ ലോഞ്ചസ് റീവാംഡ് മോഡൽ സ്കിൽ ലോൺ സ്കീം. അതായത് ഒരു മോഡൽ സ്കിൽ ലോൺ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം മിനിസ്റ്റർ എന്ത് ചെയ്തു? റീവാംപ് ചെയ്തു, ഒന്ന് നവീകരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മോഡൽ സ്കിൽ ലോൺ സ്കീം എന്താണെന്ന് നോക്കാം. റീവാംഡ് മോഡൽ സ്കിൽ ലോൺ സ്കീം, അതായത് സ്കില്ലിന് ലോണ് കൊടുക്കുന്ന സ്കീം. ഇതാണ് നമ്മൾ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കില്ലിന് ലോൺ കൊടുക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സ്കീം എന്ന് പറയുന്നത് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ തേഴ്സ്ഡേ വിത്ത് എ ഫ്രഷ് മാക്സിമം ലോൺ ലിമിറ്റ് ഓഫ് 7.5 lakh അപ്പ് ഫ്രം ദ പ്രീവിയസ് എമൗണ്ട് 1.5. അതായത് ഇത്രേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് ചെറുപ്പക്കാർക്ക് അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ആ കോഴ്സ് ചെയ്യുന്നതിനുള്ള ലോൺ എമൗണ്ടാണ് ഈ പറയുന്ന തുക എന്ന് പറയുന്നത്. അതായത് ലോൺ എമൗണ്ട് 7.5 lakh. ഓക്കെ, അങ്ങനെ അപ്പം സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോഴ്സിന് പഠിക്കാനുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ മോഡൽ സ്കിൽ ലോൺ സ്കീം എന്ന് പറയുന്ന സ്കീമിൻ്റെ പ്രത്യേകത. മോഡൽ സ്കിൽ ലോൺ സ്കീം, സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾക്ക് ലോൺ കൊടുക്കുന്ന സ്കീം. അതാണ് ഇതെന്ന് പറയുന്നത്. ആ ഫിഗർ ഒന്ന് ഓർത്ത് വെച്ചോളാം. ഏകദേശം ഇപ്പം ആ ലോണിന് കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയും ഇതിനു മുമ്പ് ഏകദേശം 1.5 ലക്ഷമായിരുന്നു. ഓക്കെ, അതാണ് ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ലോൺ നമുക്ക് 7 ലക്ഷം വരെ കിട്ടും. നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ നമുക്ക് അതുപോലെ തന്നെ മറ്റ് തൊഴിലിലേക്ക് എത്താം. അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഈ സ്കീം അനുസരിച്ച് ഈ ഫണ്ട് കൊടുക്കുന്ന സ്ഥാപനം IBA എന്ന് പറയുന്നൊരു സ്ഥാപനം, അതായത് ഇന്ത്യൻ ബാങ്കിങ് അസോസിയേഷൻ. ഓക്കെ, അങ്ങനെ ഈ ഇന്ത്യൻ ബാങ്കിങ് അസോസിയേഷനാണ് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ചില പ്രശ്നങ്ങളൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇന്ത്യൻ ബാങ്കിങ് അസോസിയേഷനായിരുന്നു ഈ ഒരു റൈറ്റ് കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു പൈസ ആണ് ഇവർ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം IBA ഇതിനകത്ത് ഈ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് മറ്റ് ബാങ്കുകൾക്ക്, മറ്റ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് എത്താൻ പറ്റാതെ വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു പദ്ധതി, അതായത് മോഡൽ സ്കിൽ ലോൺ സ്കീം ഒന്ന് റീവാമ്പ് ചെയ്തിട്ട് ഈ IBAക്ക് മാത്രമല്ല ലോൺ കൊടുക്കാൻ പറ്റുന്നത്, മറ്റ് NBFCക്കും കൊടുക്കാൻ പറ്റും. നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിനും ഇപ്പോൾ നമുക്ക് ലോൺ കിട്ടും. സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് പഠിക്കാനുള്ള ലോൺ NBFC വഴിയും, അതായത് ഈ മുത്തൂറ്റ് പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ വഴിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഇപ്പോൾ വന്നേക്കുന്ന പുതിയൊരു റീവാമ്പിങ് ആണ്. ഓക്കെ, നമുക്കടുത്ത ന്യൂസിലേക്ക് പോകാം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് രാഷ്ട്രപതി ഹാൾ, അതായത് 2 halls ഇൻ രാഷ്ട്രപതി ഭവൻ ഗെറ്റ് നെയിംസ് റിഫ്ലക്റ്റിംഗ് റിപ്പബ്ലിക്കൻ എത്തോസ്. അതായത് രാഷ്ട്രപതി ഭവനിലെ 2 ഹാളുകളാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, ഈ ലെഫ്റ്റിലെ ഹാളിന് പറയുന്ന പേരാണ് ദർബാർ ഹാളെന്നും റൈറ്റ് സൈഡിൽ പറയുന്നതാണ് അശോക് ഹാളും. ഓക്കെ, ഈ 2 ഹാളുകൾ, ദർബാർ ഹാളും അശോക് ഹാളും, ഈ 2 ഹാളുകളും രാഷ്ട്രപതി ഭവനിലാണ്. ഈ 2
ഹാളിൻ്റെയും പേര് മാറ്റി എന്നുള്ളതാണ് ഇത് വാർത്ത. അപ്പം നമുക്ക് ഏത് പേരാണിട്ട് നമുക്ക് നോക്കാം. പ്രസിഡന്റ് ദ്രൗപദി മുർമു ഹാസ് റീനെയിംഡ് 2 ഇമ്പോർട്ടൻറ്റ് ഹാൾസ് അറ്റ് ദ രാഷ്ട്രപതി ഭവൻ വിത്ത് ദർബാർ ഹാൾ നൗ സെറ്റ് ടു ബി കോൾഡ് ഗണതന്ത്ര മണ്ഡപ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന ഈ ഒരു സ്ഥലം, ഈ സ്ഥലം നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ദർബാർ ഹാൾ എന്ന് പറയുന്ന ഹാളിൻ്റെ പേര് മാറ്റിയിട്ട് പകരം ഗണതന്ത്ര മണ്ഡപം എന്നാക്കി. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ റിപ്പബ്ലിക് ഹാൾ എന്നാണ്. ഗണതന്ത്ര മണ്ഡപം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഹാൾ. അതുപോലെ തന്നെ അശോക് ഹാളിൻ്റെ പേര് മാറ്റി. ഇതാണ് അശോക് ഹാൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ഇതാണ് അശോക് ഹാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അശോക് ഹാളിൻ്റെ പേര് മാറ്റിയിട്ട് എന്താക്കി? അശോക് മണ്ഡപം എന്നാക്കി. അപ്പോൾ ഹാള് മാറ്റി മണ്ഡപം ആക്കിയെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഹാള് മാറ്റിയിട്ട് എന്താ പറയുന്നത്, ദർബാർ ഹാള് മാറ്റിയിട്ട് ഗണതന്ത്ര മണ്ഡപം, അശോക് ഹാള് പേര് മാറ്റിയിട്ട് അശോക് മണ്ഡപം. ഈ ദർബാർ ഹാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദർബാർ ഹാൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെന്യൂ ഓഫ് കീ സെറമണീസ് ആൻഡ് സെലിബ്രേഷൻ സച്ച് ആസ് പ്രസൻറ്റേഷൻ ഓഫ് നാഷണൽ അവാർഡ്. അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പല പരിപാടികളും ഒക്കെ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ദർബാർ ഹാൾ എന്ന് പറയുന്നത്. ആ ദർബാർ ഹാളിൽ വെച്ചിട്ടാണ് നാഷണൽ അവാർഡൊക്കെ വിതരണം ചെയ്യുന്നത്. ദ ടേം ദർബാർ റെഫേഴ്സ് ടു ദ കോർട്ട് ആൻഡ് അസംബ്ലീസ് ഓഫ് ഇന്ത്യൻ റൂളേഴ്സ് ആൻഡ് ദ ബ്രിട്ടീഷ്. ഓക്കെ, ദർബാറിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതികളും മറ്റ് നിയമനിർമ്മാണ സഭകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ദർബാർ എന്ന് പറയുന്നത്. ഇറ്റ് ലോസ്റ്റ് റെലവൻസ് ആഫ്റ്റർ ഇന്ത്യ ബിക്കേം എ റിപ്പബ്ലിക്, ദാറ്റ് ഈസ് ഗണതന്ത്ര. അപ്പം ഇതിൻ്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഈ പറയുന്ന ദർബാർ ഹാളിൻ്റെയൊക്കെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു. പകരം നമ്മൾ മാറ്റി റിപ്പബ്ലിക് ഹാളെന്നും അത് പിന്നീട് എന്താ പറയുക ഗണതന്ത്ര മണ്ഡപം എന്നൊക്കെ ആയി മാറി. ഓക്കെ, ഇതാണ് ആ ന്യൂസിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ന്യൂസ് എടുത്തു. നമുക്കത് മാക്സിമം നമ്മളതിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട്ട് പങ്കുവെക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ന്യൂസ് പേപ്പർ അനാലിസിസിനകത്ത് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു ദിവസത്തെ ന്യൂസ് പേപ്പറുമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ടതിൽ സന്തോഷം. അതുപോലെ തന്നെ തുടർന്നും നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.